ഹായ് ഓൾ, വെൽക്കം ടു സൈലം. സോ ഇന്ന് നമ്മൾ റീസണിങ്ങിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻസ്. SSC എക്സാംസ് എടുത്താലും റെയിൽവേ എക്സാംസ് എടുത്താലും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒറ്റയടി സീരീസിൽ ഒറ്റയടിക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻസ് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നോക്കിയാലോ? റൈറ്റ്. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സെന്റൻസ് ദാറ്റ് ഗിവ്സ് എ ഇൻഫർമേഷൻ ഓർ ഫാക്ട് അബൌട്ട് സംതിങ്. അതായത് നമ്മൾ എന്തിനേലും കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെ, ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്തേലും, ഞാൻ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തേലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. ഇനി എന്താണ് കൺക്ലൂഷൻ? അപ്പൊ നമ്മൾ ഒരുപാട് ടോപ്പിക്കുകളിൽ കൺക്ലൂഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ സിലോജിസത്തിലൊക്കെ നമ്മൾ കൺക്ലൂഷൻസ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിഗമനം എന്നാണ് അർത്ഥം, അല്ലെ? എന്താണ് നിഗമനം? സംതിങ് ദാറ്റ് ക്യാൻ ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് ഗസ്സിംഗ് ഓർ അസ്യൂമിങ് എനിത്തിങ്. അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന തരും, അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്താണ് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺക്ലൂഷൻ എന്ന് പറയാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാം, കൺക്ലൂഷനും എന്താണെന്ന് അറിയാം. ഇനി എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് തരും, അതിന് താഴെ കൺക്ലൂഷൻ തരും, അല്ലെങ്കിൽ കൺക്ലൂഷൻസ് തരും. അപ്പം നമുക്ക് ഇത് ശരിയാണോ, ഈ പറഞ്ഞ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ തെറ്റാണോ, ഫോളോ ചെയ്യുന്നില്ലയോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ആലോചിച്ച് വെക്കണം, അല്ലെങ്കിൽ ഓർത്തിരിക്കണം. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ? സോ അതിന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഞാൻ കാണിക്കാം. ഇവിടെ ഒരു ടീച്ചർ കുട്ടിയെ വഴക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? നമുക്ക് തരുന്ന ചോദ്യം എന്താണ്? ടീച്ചർ കുട്ടിയെ ഈ രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് അവിടെ കാണാനും പറ്റുന്നുണ്ട്, അല്ലെ? അപ്പോ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടോപ്പിക് എന്തെടുത്താലും സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറയുന്നോ അത് 100% ശരിയായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ, അല്ലെങ്കിൽ അസ്യൂം ചെയ്യാൻ. അവരെന്ത് പറഞ്ഞാലും അതെന്താണ്? 100% ശരിയാണ്. നമ്മൾ സിലോജിസം പഠിക്കുമ്പോൾ എല്ലാ ആപ്പിൾസും ഓറഞ്ചസ് ആണെന്നൊക്കെ പറഞ്ഞത് 100% ശരിയാക്കി എടുത്തില്ലേ? അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് 100% ശരിയാണ്. വിച്ച് മീൻസ് ഇവിടെ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് അവർ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു കൺക്ലൂഷൻ പറയാം. നിങ്ങൾ തന്നെ പറയാം, ഇത് ശരിയായിരിക്കോ, അല്ലെങ്കിൽ ഫോളോ ചെയ്യോ, ഓർ തെറ്റായിരിക്കോ, ഫോളോ ചെയ്യില്ലയോ. അപ്പൊ ഞാൻ പറയാണ്, ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമല്ല. എന്താണ് സിറ്റുവേഷൻ? ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ടീച്ചർ കുട്ടിയെ വഴക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് തന്ന ചോദ്യം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്താ? ടീച്ചർ കുട്ടിയെ വഴക്ക് പറഞ്ഞു എന്നത് മാത്രമാണ്, അല്ലേ? കൺക്ലൂഷൻ പറയുന്നത് എന്താ? ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന കൺക്ലൂഷൻ ശരിയായിരിക്കോ, അല്ല തെറ്റായിരിക്കും? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യാം. ടീച്ചർ കുട്ടിയെ വഴക്ക് പറഞ്ഞത് ഓഫ് കോഴ്സ് ശരിയാണെന്ന് നമുക്കറിയാം. ടീച്ചർ എന്തായാലും കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമല്ല. അപ്പോ 100% ഉറപ്പിച്ചിട്ട് നിങ്ങൾക്കത് കൺഫേം ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? വഴക്ക് പറഞ്ഞത് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയാം, യെസ് ഓർ നോ? നോ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ടീച്ചറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അല്ലെ? ടീച്ചർ ആരാണെന്ന് അറിയില്ല, സ്റ്റുഡന്റ് ആരാണെന്ന് അറിയില്ല. അല്ലെങ്കിലും വഴക്ക് പറയുന്നത്, അല്ലെ, ഒരു ടീച്ചർ കുട്ടിയെ വഴക്ക് പറയുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്റ്റേറ്റ്മെന്റ് എന്താ? ടീച്ചർ കുട്ടിയെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ടീച്ചറുടെ ക്യാരക്ടർ പറയാണ്, ടീച്ചർ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ വഴക്ക് പറയുന്ന ക്യാരക്ടർ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ അതൊന്നുമില്ല. മേ ബി ആ കുട്ടി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കാം. ആ അത്രയും ഫേവറേറ്റ് ആയിട്ടൊരു കുട്ടി എന്ത് ചെയ്തിട്ടില്ല? ഹോംവർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുസൃതി കാണിച്ചു എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോ
ചിലപ്പോഴാണ് ഞാൻ പറയുന്നത്, അല്ലേ, പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആയിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പം നമ്മുടെ പാരൻസ് ആണെങ്കിൽ നമ്മൾ വഴക്ക് പറയും, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പൊ ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. സി, സ്ട്രിക്ട്ലി അഡിയർ ടു ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. അതായത് സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറഞ്ഞത് അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതിനപ്പുറം അല്ലെങ്കിൽ അതിന് കുറച്ച് മുകളിലോട്ടോ അതിന് കുറച്ച് താഴോട്ടോ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണോ അവർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് അത് മാത്രം ആലോചിക്കുക, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിന് ചുറ്റുമുള്ളത് അല്ലെങ്കിൽ അതിന് പുറമേ ഉള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കായി നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇടണ്ടാന്ന് സാരം. റൈറ്റ്. രണ്ടാമത്തെ, ഡു നോട്ട് അപ്ലൈ എനി എക്സ്റ്റേണൽ ലോജിക് ഓർ പേഴ്സണൽ റീസണിങ്. അതായത് നമുക്ക് പലതും തോന്നുമായിരിക്കും, നമ്മുടെ കാര്യമല്ല അവിടെ ചോദിക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയായിരിക്കും ഇതിന് നോക്കിക്കാണുക എന്നൊന്നും നമ്മുടെ കാര്യങ്ങൾ ഇതിൽ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മളെങ്ങനെ ചിന്തിക്കുമായിരിക്കും, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ഇടാൻ പറ്റില്ല. സി, നമ്മുടെ ജോർജ് കുട്ടിൻ്റെ കേസ് നമുക്കറിയാം, അല്ലേ? ദൃശ്യം 2 അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? പോലീസിനും അറിയാം, വക്കീലിനും അറിയാം, അല്ലെങ്കിൽ ജഡ്ജിക്കും അറിയാം, എല്ലാവർക്കും അറിയാം ജോർജ് കുട്ടി അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ജോർജ് കുട്ടിയെ പൂട്ടാനുള്ള ഒന്നും ആരുടെയും കയ്യിലില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് ഇല്ല, അല്ലെ? പ്രൂഫ്സ് നമുക്ക് കാണിക്കാൻ റെക്കോർഡായിട്ടൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള കൺക്ലൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ലോജിക് അല്ലെങ്കിൽ കയ്യിൽ നിന്നൊന്നും ഇടണ്ടാന്ന് സാരം, അവർ പറയുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. Avoid making any assumptions beyond what is explicitly stated. Yes, very important thing. Avoid making any assumptions. ഒന്നും അസ്യൂം ചെയ്യണ്ട. കാരണം അസംഷൻ ആണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാമായിരുന്നു. ചിലപ്പോൾ ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇവിടെ വഴക്ക് പറഞ്ഞതെന്ന് പറയാം. അതൊരു അസംഷനാണ്. ചിലപ്പോഴാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്ക്, അല്ലെ? ഡെഫിനറ്റ് ആയിട്ട് 100% ഉറപ്പിച്ച് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ സാധിക്കില്ല. അപ്പൊ അസംഷൻ എന്ന് പറയുന്നത് വേറെ തനിയെയുള്ള ടോപ്പിക്കാണ്. നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത് കൺക്ലൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഒരിക്കലും നമ്മളൊന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. അവർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യം, ഡു നോട്ട് കൺസിഡർ ഫാക്ടേഴ്സ് ലൈക്ക് മൊറാലിറ്റി, എത്തിക്സ്, സിമ്പതി, എംപതി. ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ പലതും ചെയ്യുമായിരിക്കും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, പക്ഷെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരമേ നമുക്ക് ഒരു കൺക്ലൂഷൻ ഇവിടെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും ഒന്നും അസ്യൂം ചെയ്യണ്ട, ഒന്നും നിങ്ങൾ കയ്യിലിടാൻ നിൽക്കരുത്. സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അത് മാത്രം ആലോചിക്കുക, അതിന് പുറമെ നമ്മൾ ഒന്നും പോകണ്ട. റൈറ്റ്? യെസ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. റൈറ്റ്? റെഡി അല്ലേ? ഓസം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം വരിക. In the question below is a statement followed by 2 conclusions numbered 1 and 2. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന് താഴെ 2 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. And also they are saying what? You have to assume everything in the statement to be true. Of course, അത് ശരിയാണല്ലോ, അല്ലെ? സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് 100% ശരിയാണ്, നമുക്കറിയാം. അത് അവർ എക്സ്ട്രാ പറയുന്നേ ഉള്ളൂ. Then consider the 2 conclusions together and decide which of them logically follows beyond a reasonable doubt from the information given in the statement. അത് തന്നെയാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, അതിന് താഴെ 2 കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഏതാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? യെസ്, സ്റ്റേറ്റ്മെന്റ് വായിക്കാം. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്, അല്ലെ? അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് 90% ആക്സിഡന്റ്സ് ഓൺ റോഡ്സ് ആർ ഡ്യൂ ടു റാഷ് ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു റിപ്പോർട്ട് പ്രകാരം 90% ആക്സിഡൻസും എന്ത് കാരണമാണ്? റാഷ് ഡ്രൈവിംഗ് കാരണമാണ് എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. വിച്ച് ഈസ് ട്രൂ, അല്ലെ? 100% ശരിയായിട്ടുള്ള കാര്യമാണിത്. വിച്ച് ഈസ് ട്രൂ, 100%. റൈറ്റ്. ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത് മോർ ദാൻ 85% ഓഫ് റോഡ് ഡെത്ത്സ് ഈസ് ഡ്യൂ ടു ഹൈ സ്പീഡിംഗ്. എന്താണ്? മോർ ദാൻ 85% ഓഫ് റോഡ് ഡെത്ത്സ് ഈസ് ഡ്യൂ ടു ഹൈ സ്പീഡിംഗ്. ആൻഡ് ദ സെക്കൻഡ് കൺക്ലൂഷൻ എന്താ പറയുന്നത്? ജനറലി 2-wheelers റൈഡേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് റാഷ് ഡ്രൈവിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം എന്താണ്?
അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് പ്രകാരം 90% ആക്സിഡൻസും അല്ലെങ്കിൽ അപകടങ്ങളും എങ്ങനെയാണ് റാഷ് ഡ്രൈവിംഗ് ത്രൂ ആണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റാഷ് ഡ്രൈവിംഗ്. സോ യൂഷ്വലി നമ്മൾ റാഷ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡ് ഡ്രൈവിംഗ് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ. ബട്ട് റാഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? സി, റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ മൂലം ഉണ്ടാവുന്ന ഡ്രൈവിംഗ് അല്ലെങ്കിൽ അശ്രദ്ധയായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരവസ്ഥയാണ് റാഷ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അത് 100% ശരിയുമാണ്. റാഷ് ഡ്രൈവിംഗ് മനസ്സിലായില്ലേ? അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗ്, അതാണ് റാഷ് ഡ്രൈവിംഗ്. 90% ആക്സിഡന്റും അങ്ങനെ കാരണമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. കൺക്ലൂഷനിൽ ആദ്യത്തെ കൺക്ലൂഷൻ, മോർ ദാൻ 85% ഓഫ് റോഡ് ഡെത്ത് ഇസ് ഡ്യൂ ടു ഹൈ സ്പീഡിംഗ്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സ്പീഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് മാത്രമാണോ? ഫോൺ യൂസ് ചെയ്യാം അല്ലേ, ഫോണിൽ സംസാരിക്കാം. അപ്പൊ നമുക്കിതൊന്നും കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. റാഷ് ഡ്രൈവിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് 90%, അത് കറക്റ്റാ. പക്ഷേ ഈ റാഷ് ഡ്രൈവിംഗിൽ മിക്കതും അല്ലെങ്കിൽ ഈ പറയുന്ന 85% എന്താണ് സ്പീഡ് ത്രൂ ആണ് അല്ലെങ്കിൽ ഹൈ സ്പീഡിങ് കാരണമാണ് എന്ന് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. മേ ബി റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് ശരിയായിരിക്കാം അല്ലേ, സ്പീഡ് കൂടുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് അറിയാം. ബട്ട് അഗെയിൻ നമ്മുടെ ഒരു ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഹൈ സ്പീഡ് തന്നെ ആയിരിക്കാം വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത്. പക്ഷേ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തിനാണ് കൈ നടാൻ നിൽക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ഇതിവിടെ ഫോളോ ചെയ്യില്ല. കാരണം സ്പീഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. റാഷ് ഡ്രൈവിംഗ് അശ്രദ്ധയാണ്. ഓക്കെ, രണ്ടാമത്തെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ ജനറലി 2 വീലേഴ്സ് റൈഡേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് റാഷ് ഡ്രൈവിംഗ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും അല്ലേ, 2 വീലേഴ്സ് ആണ് ഭയങ്കര സ്പീഡായിട്ട് അല്ലെങ്കിൽ റാഷ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാന്ന്. പക്ഷെ 2 വീലേഴ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇത് ഏതൊരു സിറ്റുവേഷനാണ് നമുക്കറിയില്ലല്ലോ. എന്തേ ആകെ പറഞ്ഞിട്ടുള്ളൂ ഒരു റിപ്പോർട്ട് പ്രകാരം. ഇത് ഏതാണ് സ്ഥലം ഒന്നും നമുക്കറിയില്ല. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. 2 വീലേഴ്സ് ആണോ 4 വീലേഴ്സ് ആണോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നമ്മൾ അസ്യൂം ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ 2 വീലേഴ്സിനെ കുറിച്ചൊന്നും ഇവിടെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും എന്തായേ പറ്റൂ? തെറ്റായേ പറ്റൂ. ഇനി ഓപ്ഷനിൽ നോക്കുക, രണ്ടും തെറ്റാണ്. സോ ഓപ്ഷൻ ഡി, neither conclusion 1 nor 2 follows would be the correct answer. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ നിങ്ങൾക്ക്? ടെൽ മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. സി, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. വെരി സിമ്പിൾ തിങ് അല്ലേ. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ GK-യും നമ്മുടെ സയൻസും നമ്മുടെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഇതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എന്താവുന്നതും നമുക്കിവിടെ മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്. സോ സ്റ്റിക്ക് ഓൺ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിൽ എന്താണോ അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. നോ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? വി വിൽ സൂൺ ബി ഗോയിങ് ഫോർ എ ഫാമിലി വെക്കേഷൻ ടു മൗറീഷ്യസ് സെഡ് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് എന്താണ് പറഞ്ഞത്? നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഫാമിലി വെക്കേഷന് മൗറീഷ്യസിലോട്ട് പോവുകയാണ്. സി, സൂൺ എന്ന് പറഞ്ഞാൽ നോട്ട് നൗ, ഷോർട്ട്ലി എന്നാണ് അർത്ഥം അല്ലേ. പെട്ടെന്ന് പോകുന്ന പറഞ്ഞാൽ ഇപ്പം തന്നെ അല്ല. അതാണ് സൂണിന്റെ അർത്ഥം. ഇത് നമ്മൾ അറിയണം അല്ലേ. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ വേർഡ് ബൈ വേർഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മൗറീഷ്യസിലോട്ട് ഒരു ഫാമിലി വെക്കേഷന് പോകുന്നുണ്ട് എന്ന് മിസ്റ്റർ എക്സ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇത് കറക്റ്റാ, ഇത് ശരിയാ, ഇത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് വാട്ട്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ്. ഇനി കൺക്ലൂഷൻസിലോട്ട് വരുമ്പോൾ, ദ ഫാമിലി ഹാസ് നെവർ വിസിറ്റഡ് മൗറീഷ്യസ് ഇൻ ദ പാസ്റ്റ്. മുൻപ് ആ ഫാമിലി മൗറീഷ്യസിലോട്ട് ഒരിക്കലും പോയിട്ടില്ല. നെവർ വിസിറ്റഡ് എന്നാണ് പറയുന്നത്. സി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അവര് പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ മൗറീഷ്യസിലോട്ട് പോകണു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യമാണ് പോകുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ എക്സ് അവിടെ പറഞ്ഞോ? അങ്ങനെ ഇല്ല. പറയാത്ത കാര്യം നമ്മൾ എന്തിന് അസ്യൂം ചെയ്യണം? എന്തിന് നമ്മൾ അങ്ങനെ സങ്കല്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ റൂള്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. യെസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ, ട്രാവൽ ബുക്കിംഗ്സ് ടു മൗറീഷ്യസ് ആർ ഡൺ. അതായത് ടിക്കറ്റ് ഒക്കെ എടുത്തു എന്നാണ് പറയുന്നത്. ടിക്കറ്റ് കാണിച്ചു തന്നോ? നമുക്ക് ടിക്കറ്റ് അവർ കാണിച്ചു തന്നോ? എക്സ് കാണിച്ചു തന്നതാ, ഞങ്ങളുടെ ടിക്കറ്റിന്റെ സെറ്റാണ്, എല്ലാം റെഡിയാണ്, പക്ക എന്ന് പറഞ്ഞിട്ടുണ്ടോ? നോ. ചിലപ്പോൾ അവർ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ടിക്കറ്റ് എടുക്കുക. നമുക്കതൊന്നും അറിയില്ല. അവരാരാണെന്ന് നമുക്കറിയില്ല, അവരുടെ ക്യാരക്ടർ നമുക്കറിയില്ല. പിന്നെ നമ്മൾ എന്തിന് കഴിയുന്ന ഓരോ കാര്യങ്ങൾ ഇടണം അല്ലേ? അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനെ
സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ്സും നമ്മൾ കണ്ടിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റിൽ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൺക്ലൂഷനും ഇവിടെ തെറ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. വിച്ച് മീൻസ് ഓപ്ഷൻ ഡി അഗെയിൻ വുഡ് ബി ദ റൈറ്റ് ആൻസർ. neither one nor two follows would be the correct answer. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിക്കുക, അത് 100% ശരിയാണ്. ഓക്കെ, ദെൻ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ടെങ്കിൽ അതെന്താ ഫോളോ ചെയ്യും. അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യില്ല. നമ്മൾ സിലോജിസം ചെയ്യുമ്പോൾ അത് തന്നെയാ, കണ്ടോ ശരിയാ, കണ്ടില്ലേ തെറ്റ്. ഇത് തന്നെയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിലും ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ തന്നെയാണ് നമ്മുടെ സിലോജിസും. വി നോ ദാറ്റ്, റൈറ്റ്? യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ അടുത്തതിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിക്കാം. Only candidates with 7 or above years of experience. എന്താ? Only candidates with 7 or above years of experience in marketing can apply for the post. Otherwise, their applications will be rejected എന്നാണ് പറയുന്നത്. അതായത് 7 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാർക്കറ്റിംഗിൽ അഗെയിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 7 വർഷത്തിൽ വിത്ത് 7 or above, 7ൽ കൂടുതലോ വർഷം എക്സ്പീരിയൻസ് ഉള്ള, മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓഫ്കോഴ്സ് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതർവൈസ് ദർ അപ്ലിക്കേഷൻസ് വിൽ ബി റിജക്റ്റഡ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യും എന്നാണ് പറയുന്നത്, കൺസിഡർ ചെയ്യില്ല. അപ്പൊ 7ൽ കൂടുതലോ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് വേണം എന്നാണ് ഇവിടുത്തെ കണ്ടീഷൻ. ആൻഡ് നോട്ട് ജസ്റ്റ് വാട്ട് റാൻഡം കണ്ടീഷൻ, ഓൺലി കണ്ടീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓൺലി കാൻഡിഡേറ്റ്സ് വിത്ത് 7 അവർക്ക് മാത്രമേ പറ്റുള്ളൂ. 7ൽ കൂടുതലോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ചെയ്യുമെന്നാണ് ഇവിടെ എന്ത് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. വിച്ച് ഈസ് ട്രൂ, 100% ശരിയായിട്ടുള്ള കാര്യം. നൗ കമ്മിങ് ബാക്ക് ടു കൺക്ലൂഷൻസ്. ആദ്യത്തെ കൺക്ലൂഷൻ, യെസ്, ഓൺലി കാൻഡിഡേറ്റ്സ് വിത്ത് an MBA ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ക്യാൻ അപ്ലൈ. നിങ്ങൾ പറയാ ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? MBA ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ മാർക്കറ്റിംഗിൽ? നോ, വി നീഡ് എക്സ്പീരിയൻസ് അല്ലേ? 7ൽ കൂടുതൽ വർഷമോ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അല്ലാതെ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ MBA വേണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. റൈറ്റ് അല്ലേ? ഒരാൾ MBA കഴിഞ്ഞു, ഫ്രഷറാ, അപ്ലൈ ചെയ്തിട്ട് കാര്യമായിട്ടോ? ഇല്ല, ഒന്നും നോക്കണ്ട. 7ൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടോ മാർക്കറ്റിംഗിൽ, അവർക്ക് അപ്ലൈ ചെയ്യാൻ, വേറെ ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഒന്നാമത്തെ കൺക്ലൂഷൻ ഇവിടെ തെറ്റാണ്. രണ്ടാമത്തെ, അപ്ലിക്കേഷൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദ പോസ്റ്റ്. 6 years ഓഫ് എക്സ്പീരിയൻസ്, 7ൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അപ്ലിക്കേഷൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ട്രൂ. വെരി ട്രൂ അല്ലേ? കാരണം എന്താ? കൺസിഡർ ചെയ്യില്ല. 7ൽ കൂടുതലോ ഉണ്ടെങ്കിലേ കൺസിഡർ ചെയ്യുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ 6 വർഷമുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യോ? ഇല്ല. അപ്ലിക്കേഷൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദ പോസ്റ്റ്. Very much true, which means what? Option B, only conclusion 2 follows would be the correct answer. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം. റൈറ്റ്. സോ നെക്സ്റ്റ് ചോദ്യം, സി കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. ഇൻസിഡൻസ് ഓഫ് ഡിജിറ്റൽ പേയ്മെന്റ് ഫ്രോഡ്സ് ഹാവ് ഇൻക്രീസ്ഡ് വിത്ത് ടൈം. സോ സമയം അല്ലെ, സമയത്തിന്റെ ഇതില് അല്ലെങ്കിൽ കാലത്തിന്റെ ഇതില് എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ പേയ്മെന്റിലുള്ള ഫ്രോഡുകളും കാലത്തിനനുസരിച്ചിട്ട് കൂടിയിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. വിച്ച് ഈസ് ട്രൂ അല്ലെ? 100% ശരിയായിട്ടുള്ള കാര്യമാണ് അവർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇൻസിഡൻസ് ഓഫ് ഡിജിറ്റൽ പേയ്മെന്റ് ഫ്രോഡ്സ് ഹാവ് ഇൻക്രീസ്ഡ് വിത്ത് ടൈം. അതായത് സമയത്തിന്റെ ഇതില് അല്ലെങ്കിൽ കാലത്തിന്റെ ഇതില് ഡിജിറ്റൽ ഫ്രോഡും അല്ലെങ്കിൽ പേയ്മെന്റിലുള്ള ഡിജിറ്റൽ ഫ്രോഡും കൂടിയിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റിലുള്ള ഫ്രോഡുകൾ, തട്ടിപ്പുകൾ കൂടിയിട്ടുണ്ട് കാലത്തിന്റെ ഇതില്. ഓക്കെ, ഇത് കറക്റ്റാണ്, 100% ശരിയാണ്. ഫ്രോഡുകൾ കൂടിയിട്ടുണ്ട്, 100% ശരിയാണ്. നൗ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആർ ഹൈലി അൺസേഫ്. ഫ്രോഡ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് സേഫ്റ്റി ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹൈലി അൺസേഫ്, ഭയങ്കര അൺസേഫ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൽ
അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഫ്രോഡ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇൻക്രീസ് വിത്ത് ടൈം. ചിലപ്പോൾ നേരത്തെ ഒരു ഫ്രോഡ് ആയിരിക്കാം, ഇപ്പൊ 2 ഫ്രോഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറയാം? ഇൻക്രീസ് വിത്ത് ടൈം. നേരത്തെ 10 ഫ്രോഡ് ആയിരിക്കാം, 11 ഫ്രോഡായി എന്ന് വിചാരിക്കാം, ഇൻക്രീസ് വിത്ത് ടൈം. കറക്റ്റാ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല? ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഹൈലി അൺസേഫ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആർ ഹൈലി അൺസേഫ് എന്ന് പറയാൻ പറ്റുമോ? നോ, നെവർ. എന്തായാലും ഇത് തെറ്റായിട്ട് കൺസിഡർ ചെയ്യണം. Okay, now coming to second conclusion, there might have been an increase in the volume of digital transactions. There might have been an increase in the volume of digital transaction. ചിലപ്പോൾ എന്താ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണത്തിൽ അല്ലെ, അതിൻ്റെ വ്യാപ്തിയിൽ കുറച്ച് അളവ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പേര് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫ്രോഡ് കൂടി എന്ന് പറയുമ്പോൾ, ഫ്രോഡ് കൂടണമെങ്കിൽ ഈ പറയുന്നത് പോലെ ട്രാൻസാക്ഷൻ നടക്കണ്ടേ? അപ്പൊ നമുക്ക് എന്ത് പറയണം? ട്രാൻസാക്ഷനും കൂടിയാലല്ലേ ഫ്രോഡും കൂടി എന്ന് പറയാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? അതുകൊണ്ട് തന്നെ there might have been an increase in the volume of what? digital transaction. ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത്. ഓഫ് കോഴ്സ് ശരിയാണ്, ഇതിലൊരു സാധ്യത ഉണ്ടാകുമ്പോഴല്ലേ അതിൽ ഫ്രോഡും കൂടി എന്ന് പറയുമ്പോൾ കറക്റ്റ് മാച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് പറയേണ്ട വരും. മനസ്സിലാവുന്നുണ്ടോ കാര്യം? കാരണം ഇവിടെ ഫ്രോഡ് കൂടി എന്നാ പറയുന്നത്. ഫ്രോഡ് കൂടി എന്ന് പറയുമ്പോൾ അളവ്, ട്രാൻസാക്ഷന്റെ എണ്ണം കൂടിയാലല്ലേ ഫ്രോഡും കൂടുള്ളൂ. അതിപ്പോൾ ഒന്നാണെങ്കിലും എന്തായാലും ഇത് കൂടിയിട്ടുണ്ടാവുമല്ലോ. ക്ലിയർ ആണോ? മനസ്സിലായോ? കാരണം അവിടെ ഫ്രോഡിന്റെ അളവ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഫ്രോഡിന്റെ അളവ് കൂടണമെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ട്രാൻസാക്ഷന്റെ അളവ് കൂടാനുള്ള ഒരു സാധ്യതയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറയുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷൻ കൊണ്ട് പറയുന്നത്. സോ അത് 100% നമുക്ക് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. വിച്ച് മീൻസ് വാട്ട്? ഇവിടെ ഓപ്ഷൻ ബി, ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് വുഡ് ബി ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? എനി ഡൗട്ട് ഇൻ ദിസ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. All right. So the principal has asked students to do Shramdan, അതായത് ടു ഡൊണേറ്റ് എന്നാണ് അർത്ഥം വയ്ക്കുന്നത്, ഓൺ ലേബർ ഡേ. അപ്പോൾ എന്താണ് പറയുന്നത്? പ്രിൻസിപ്പൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റുഡൻസ് ടു ഡു Shramdan, ടു ഡൊണേറ്റ് എഫേർട്ട്. ഒരു പുതിയൊരു ഒരു പരിപാടിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ പറയുന്നത്. ലേബർ ഡേയുടെ അന്ന് Shramdan എന്ന് പറയുന്ന ടു വാട്ട്? ഡൊണേറ്റ് എഫേർട്ട് എന്നുള്ള രീതിയിൽ, അല്ലെ, നമ്മുടെ എഫേർട്ട് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ എഫേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാത്രേ ഉള്ളൂ എന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. അപ്പോൾ കൺക്ലൂഷൻ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം? സ്റ്റുഡൻസ് ഹു വിൽ നോട്ട് അഗ്രി വിൽ ബി എക്സ്പെൽ ഫ്രം സ്കൂൾ. അപ്പോൾ ഇതിന് സമ്മതിക്കാത്ത കുട്ടികളെ പുറത്താക്കും, സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മണ്ടത്തരല്ലേ പറയുന്നത് കൺക്ലൂഷൻ ഒന്നിൽ? അതെ. സോ തെറ്റ്. Now, second conclusion, the principal has a deep regard for the contribution made by the labor to society. Principal ഇതിലൊരു ഡീപ്പ് റിഗാർഡ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഫോർ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ലേബർ ടു ദ സൊസൈറ്റി. അതായത് തൊഴിലാളികൾ സൊസൈറ്റിക്കോട്ട് ചെയ്തതിനോട് എന്താ പറയുക, ഒരു ഡീപ്പ് റിഗാർഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പളിന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രിൻസിപ്പൾ ആരാണെന്ന് നമുക്കറിയോ? ഇല്ല. അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നല്ല ആളാണോ അല്ലെങ്കിൽ മോശം ആളാണോ? ഇതൊന്നും നമുക്കറിയില്ല. പ്രിൻസിപ്പൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് മേ ബി അവിടുത്തെ ഒരു പ്രോട്ടോകോൾ ആയിരിക്കാം, അല്ലേ? സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ കോളേജിൻ്റെയോ ഒരു പ്രോട്ടോകോൾ ആയിരിക്കാം. എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം ആയിരിക്കാം. അപ്പം നമുക്ക് പ്രിൻസിപ്പളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ആള് ഇത് കൃത്യമായിട്ട് നല്ല രീതിയിലാണോ കാണുന്നത്, ഓർ ഇതൊരു പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണോ, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാത്ത കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ വെറുതെ അസ്യൂം ചെയ്ത് സമയം കളയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഉറപ്പില്ല. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ആ പ്രിൻസിപ്പൽ ആരാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? സംസാരിക്കേണ്ട. വിച്ച് മീൻസ് ഓപ്ഷൻ ഡി, neither one nor two follows would be the correct answer in this case. ആണോ? ഓക്കെ. നൗ വാട്ട് നെക്സ്റ്റ് ചോദ്യം? സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? an online grocery delivery service is holding a grand sale from 20th January to 31st January. അപ്പോൾ ഒരു ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സർവീസസ് ഹോൾഡിംഗ് എ ഗ്രാൻഡ് സെയിൽ ഫ്രം 20th January to 31st January. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഗ്രാൻഡ് സെയിൽ? നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഫ്ലിപ്കാർട്ടിൽ
ബില്യൺ ഡേയ്സ് ഉണ്ട്, ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ട്. ഇതൊക്കെ ഗ്രാൻഡ് സെയിലാണ്. ഈ ഗ്രാൻഡ് സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയണം. റൈറ്റ്, നമുക്കറിയാം ആ സമയത്ത് എന്തൊക്കെയാണ് നടക്കുക നമുക്കറിയാം. ഗ്രാൻഡ് സെയിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. അപ്പൊ അതവിടെ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വാട്ട്, അതിൽ ഓൾറെഡി ഉള്ള കാര്യമാണ്. ഗ്രാൻഡ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ സം പ്രോഡക്ട്സ് വിൽ ബി അവൈലബിൾ അറ്റ് സ്ലാഷ്ഡ് പ്രൈസസ് ഡ്യൂറിംഗ് ദ ഓഫർ പീരീഡ്. ആ ഓഫർ പീരീഡിൽ വാട്ട് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ചില പ്രോഡക്റ്റ് കിട്ടും. ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഗ്രാൻഡ് സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിച്ച് മീൻസ് ഇത് ശരിയാണ്. രണ്ടാമത്തേത്, ഓൺലൈൻ പ്ലാറ്റ്ഫോം മേ വിറ്റ്നസ് ഇൻക്രീസ്ഡ് ട്രാഫിക് ഡ്യൂറിംഗ് ദ സ്പാൻ. ഈ ഒരു ടൈം പീരീഡിൽ ഒരു ഇൻക്രീസ്ഡ് നമ്മുടെ ട്രാഫിക് ആ ഒരു സൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർഫേസിലായിരിക്കാം ഒരു ട്രാഫിക് ഫേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് സെയിൽ നടക്കുമെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു ട്രാഫിക് ഉണ്ടാവാം, അല്ലെ സ്റ്റക്ക് ഉണ്ടാവാം. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തത്കാലൊക്കെ എടുക്കുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ എന്തായിരിക്കും ചിലപ്പോൾ ഹാങ് ആയി പോകാറുണ്ട്. അപ്പോൾ മേ ആണ് പറയുന്നത്, ചിലപ്പോൾ ഒരു നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ട്രാഫിക് ഫേസ് ചെയ്തേക്കാം, സാധ്യതയാണ് പറയുന്നത്. എന്തായാലും അത് ശരിയാണ് ചിലപ്പോൾ, കാരണം ഗ്രാൻഡ് സെയിലാണ്, ആൾക്കാർ വരുന്നത് നമുക്ക് എന്തായാലും അറിയാം അല്ലേ. സോ ആ സമയത്ത് ചിലപ്പോഴേ പറയുന്നുള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ കൂടെ ശരിയാണ്. സോ ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ഫോളോ വുഡ് ബി ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഇതിലും, പ്ലീസ് ഡു കമന്റ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ വി സമ്മറൈസ്, സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അത് 100% ശരിയാണ്, അത് മാത്രമാണ് ശരി, അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട. കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ കൺക്ലൂഷൻ കൃത്യമായിട്ട് വായിക്കുന്നു. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ, സ്റ്റേറ്റ്മെന്റിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കൺക്ലൂഷൻ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഫോളോ ചെയ്യില്ല. നമ്മുടെ ഇടേണ്ട ഒന്നും അസ്യൂം ചെയ്യണ്ട. ഓക്കെ, സോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് തീർന്നില്ല, ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ തരും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കമന്റ് ചെയ്യണം. സോ കൺസിഡർ ദിസ് ആസ് ദ ഫസ്റ്റ് വൺ, ഓക്കെ, ആൻഡ് ദിസ് ആസ് ദ സെക്കൻഡ് വൺ. സോ എല്ലാവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ആൻസർ. ലൈക്ക് നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കുക, എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, വിച്ച് ഈസ് ട്രൂ അല്ലേ. ദെൻ കൺക്ലൂഷനിലോട്ട് വരിക. കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്. നമ്മൾ ചുമ്മാ അസ്യൂം ചെയ്യാണോ? ഇത് ഒരിക്കലും അസ്യൂം ചെയ്യേണ്ട. സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിലും സിമിലർലി ഈ ചോദ്യത്തിലും നമുക്ക് ചെയ്യാനുള്ളത്. സോ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് കമന്റ് ചെയ്യണം കൃത്യമായിട്ട്, ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്തിട്ട്. റൈറ്റ്, പിന്നെ നമുക്കറിയാം എക്സാമിൻ്റെ സമയമാണ് അല്ലേ. എക്സാമിൻ്റെ സമയമാണ്. അപ്പോൾ SSCയുടെ എക്സാംസ് ഇപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം. ആൻഡ് നമുക്ക് ഏതൊക്കെ ഡേറ്റിലാണ് വരിക എന്ന് വരെ നമുക്കറിയാം. ഇനി നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്ലാനോടുകൂടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് അഗെയിൻ പറയുന്നത്, ആരും മിസ് ഔട്ട് ആക്കാതിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമുക്ക് SSC CGL ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ലൈക്ക് Tier 1 മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് ആണ് നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. സോ മാസ്റ്റർ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ പറയാം. 1999 രൂപയാണ്. അപ്പോൾ നിങ്ങൾ താഴെ നിങ്ങൾക്ക് കാണാം ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എൻക്വയറിക്ക് എന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ബാച്ചിനെ കുറിച്ച് അറിയാനും ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ മാസ്റ്റർ ബാച്ച് നമുക്കുണ്ട്, ഇപ്പോൾ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മാസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ജോയിൻ ചെയ്യാം. ആൻഡ് ഇനി നമ്മൾ Tier 1 Tier 2 മാത്രമല്ല, വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബാച്ചാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഇവിടെ Tier 1 Tier 2 ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി നമ്മുടെ 12th ക്വാളിഫിക്കേഷനിലോട്ട് വരുമ്പോൾ CHSL എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ CHSL ലെജൻഡ്സ് ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 12th ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ CHSL ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ 10th ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ MTS ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. താഴത്തെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു യൂണിഫോം പോസ്റ്റ് ആണല്ലേ, ഒരു പോലീസ് ഓഫീസർ ആവണം എന്ന് ആഗ്രഹിക്കുകയാണ്, ഒരു സെൻട്രൽ ഗവൺമെന്റിൽ അല്ലേ. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് CPO എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്
നമുക്ക് CPO-ൻ്റെയും വാട്ട് ബാച്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഏതൊക്കെ ബാച്ചുകളാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്നുള്ളത്, വാട്ട് SSCക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ SSC എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഈ നമ്പറിലോട്ട് കോൾ ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ സീറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പ് വരുത്താം. ഇത് മാത്രമല്ല, റെയിൽവേ എക്സാംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ALPക്ക് നമുക്ക് ALP ഗ്രേഡ് ബാച്ച്, അതുപോലെ തന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 3 RRB ടെക്നീഷ്യന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 ഉണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺഗോയിങ് ആയിട്ടുള്ള ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലേ, ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ CPO ചാമ്പ്യൻസ് ബാച്ച്, നിങ്ങൾ ഒരു CGL ഓഫീസറാണെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ സെലക്ഷൻ ബാച്ച്. സോ ആ രീതിയിൽ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അതിലോട്ടെത്താൻ നിങ്ങൾ ഈ പറയുന്ന ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ കൃത്യമായിട്ട് ആലോചിച്ച് റിസർച്ച് ചെയ്ത് ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ എങ്ങനെയാണ് ഇവർ പഠിപ്പിക്കുന്നത്, ക്വാളിറ്റി ഉള്ളതാണ്, അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ജോയിൻ ചെയ്താൽ മതി. യെസ്, അപ്പോൾ ഇത് ഇന്നത്രേ ആയിരിക്കുള്ളൂ. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ, യെസ്, ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ആൻഡ് ഓൾസോ അടുത്ത നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് റീസണിങ്ങിൽ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ, ആൻഡ് ഓഫ് കോഴ്സ് വിൽ ഡു എ വീഡിയോ ഓൺ ദാറ്റ്. യെസ്, ബൈ.